ഇൻഫ്ലുവൻസർ മോഹം. മുടിയിലെ നരമറയ്ക്കാൻ ഡൈ തേച്ചു പിടിപ്പിക്കുന്നതിനിടയിലാണ് രാജീവേട്ടന്റെ ഉള്ളിലെ കണ്ടന്റ് ക്രിയേറ്റർ ഉണർന്നത്. വയറൽപ്പം അകത്തേക്ക് വലിച്ചുപിടിച്ച് അദ്ദേഹം സ്വയം പറഞ്ഞു, ഈ ലുക്ക് വെറുതെ കളയാനുള്ളതല്ല. മകൾ മാളുവിന്റെ ഐഫോൺ തട്ടിപ്പറിച്ച് കണ്ണിറുക്കിയൊരു സെൽഫി എടുത്തു. പക്ഷെ ഗാലറിയിൽ വന്നത് വയറിലെ മടക്കുകളും മൂക്കിന് താഴെയുള്ള ഡൈയുടെ കറുപ്പ് മാത്രം. മാളു, ഈ ഫോണിൽ ബ്യൂട്ടി മോഡില്ലേടാ? രാജീവേട്ടന്റെ ചോദ്യം കേട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഭാര്യ സുനിത പതറിപ്പോയി. അടുത്ത ഘട്ടം ട്രെൻഡിംഗ് സോങ് കണ്ടെത്തലാണ്. ഇൻസ്റ്റഗ്രാമിലെ തമിഴ് പാട്ടിനൊപ്പം ചുവടുവയ്ക്കാൻ നോക്കിയ രാജീവേട്ടൻ ശരിക്കും കഷ്ടപ്പെട്ടു. മകൾ ഫോൺ തുറന്നുകൊടുത്തപ്പോൾ കണ്ടത് തും പാട്ടിന് ഡാൻസ് കളിക്കുന്ന ഇൻഫ്ലുവൻസറെയാണ്. ഇതൊക്കെ എന്ത്? നിന്റെ അച്ഛൻ പണ്ട് കോളേജിൽ ഒപ്പനയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയതാ എന്നു പറഞ്ഞ് തോളൊന്നു വെട്ടിച്ചതും നട്ടലിനൊരു പിടുത്തം. എങ്കിലും വിട്ടുകൊടുത്തില്ല. രാജീവ് 2.0 ലോഡിംഗ് ആണ്. അടുക്കളയിൽ സുനിത ചായ വയ്ക്കുമ്പോൾ രാജീവേട്ടൻ ട്രൈപോഡുമായി ഹാജരായി. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇമോഷണൽ ടീ ആണ്. പാല് തിളച്ചു തൂകുന്നത് പകർത്തുമ്പോൾ രാജീവേട്ടൻ പറഞ്ഞു, ലുക്ക് അറ്റ് ദാറ്റ് വൈറ്റ് റിവർ. പതഞ്ഞു പൊങ്ങുന്ന ചായയുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ഫോൺ അടുപ്പിലേക്ക് അടുപ്പിച്ചു. ചൂടേറ്റ് ഫോൺ ഓഫായതും പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടതും രാജീവേട്ടൻ അറിഞ്ഞില്ല. വീഡിയോ ഷൂട്ട് കഴിഞ്ഞൊരു സിപ്പെടുത്തതും മുഖം കൂടി. പക്ഷെ ക്യാമറയിൽ നോക്കി കണ്ണിറുക്കി പറഞ്ഞു, സോൾട്ടി ബട്ട് ടേസ്റ്റി, ഡിഫറന്റ് വൈബ്. വൈകുന്നേരം ബൈക്കിൽ ടൗണിലേക്കിറങ്ങിയപ്പോൾ നാട്ടുകാർ ഞെട്ടി. ഹെൽമെറ്റിന് പിന്നിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, സബ്സ്ക്രൈബ് ടു രാജീവ് വൈബ്സ്. പീടിക്ക് തിണ്ണയിരിക്കുന്ന കുഞ്ഞുമോൻ ചോദിച്ചു, രാജീവേട്ടാ, ഇതെന്താ പുതിയ വേഷം? രാജീവേട്ടൻ സ്ലോ മോഷനിൽ ബൈക്ക് നിർത്തി കൂളിംഗ് ഗ്ലാസ് ഊരി പറഞ്ഞു, മോനെ, ഇത് ഡിജിറ്റൽ യുഗമാണ്. നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവും. സ്റ്റേ ട്യൂൺഡ്. രാത്രിയിൽ ഫുട്വർക്ക് റീൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. മകളുടെ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്തു. 1, 2, 3, ഗോ. ചാടി ഒരു കറക്കം തിരിഞ്ഞതും കാല് തെന്നി മറിഞ്ഞു. വീഴ്ചയിൽ കേട്ടത് ക്രാക്ക് എന്ന ശബ്ദമാണ്. ഓടിവന്ന സുനിത കണ്ടത് തറയിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന രാജീവേട്ടനെയാണ്. രാജീവേട്ടാ, എന്തുപറ്റി? വേദന കടിച്ചമർത്തി രാജീവേട്ടൻ മകളോട് പറഞ്ഞു, വീഡിയോ കട്ട് ചെയ്യണ്ട, ഇത് റിയൽ ലൈഫ് സ്ട്രഗിളായി അപ്ലോഡ് ചെയ്യാം. ക്യാപ്ഷൻ, നോ പെയിൻ നോ ഗെയിൻ. ഡോക്ടറുടെ ക്ലിനിക്കിൽ വെച്ച് മുട്ടിലെ ബാൻഡേജ് ഇടുമ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തിനാ രാജീവേ ഈ പ്രായത്തിൽ ഈ അഭ്യാസങ്ങളൊക്കെ? രാജീവേട്ടൻ ചിരിച്ചു, ഡോക്ടർ, 40 എന്നത് ജസ്റ്റ് ഒരു നമ്പറല്ലേ? ഡോക്ടർ മറുപടി നൽകി, അതെ, പക്ഷേ ഈ മുട്ടിലെ തേയ്മാനമൊരു പച്ചയായ സത്യമാണ്. കുറച്ചുകാലം റീൽസ് നിർത്തി റിയലായി വിശ്രമിക്കൂ. ശുഭം. ഇപ്പോൾ രാജീവേട്ടൻ പഴയ പോലെ സാധാരണക്കാരനാണ്. പക്ഷേ വാട്സാപ്പിൽ കയറിയാൽ ഇന്നും കാണാം ആ പഴയ ആവേശം. സ്റ്റാറ്റസ്, റിക്കവറിംഗ് ഫ്രം ഫെയിം, ഫിൽട്ടർ ഓൺ, ലൈഫ് സ്ട്രോങ്.